ഹലോ, വീട്ടിലെ കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്. പേരയ്ക്കയും നാരങ്ങയും ചേർത്തുള്ള അച്ചാറാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 4 പേരയ്ക്കയും 2 ചെറിയ നാരങ്ങയും. പേരയ്ക്കയും നാരങ്ങയും നല്ലവണ്ണം കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നല്ലവണ്ണം കഴുകി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം അതിലൊഴിച്ച് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് പതുക്കെ അടുപ്പടുത്ത് നോക്കാം. അങ്ങനെ നമ്മൾ നാരങ്ങ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നാരങ്ങയുടെ തൊലി വെന്ത് കിട്ടാനാണ് 5 മിനിറ്റ് വേവിച്ചത്. അടുത്ത് നമ്മൾ ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ച് ചീനിച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിൽ കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുത്തു. ഉഴുന്നൊന്ന് ചുമന്ന് വന്നപ്പോഴത്തേന് അതിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തേ. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് കൂടി ചെയ്യണേ. നമ്മൾ ഇട്ട് കൊടുത്ത പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ച മണം പോകുന്നവരെ വഴറ്റി കൊടുക്കണേ. അതിൻ്റെ പച്ച മണം പോയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേരയ്ക്ക ഇട്ട് കൊടുക്കാം. പേരയ്ക്ക എണ്ണയിൽ കടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പേരയ്ക്ക എടുക്കുമ്പോൾ തീരെ പഴുത്തതും എടുക്കല്ലേ, തീരെ പിഞ്ചും എടുക്കല്ലേ, ഇടത്തരം എടുക്കണം. മീഡിയം സൈസിൽ കഴിക്കാൻ പരുവായ പേരയ്ക്കാണ് എടുക്കാൻ. എന്നാലേ അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേക ശ്രദ്ധയിൽ വെച്ചുകൊള്ളണേ. ഇതാണ് നമ്മുടെ അച്ചാർ വയ്ക്കാനുള്ള പേരയ്ക്കയുടെ പരുവം. ഈ ഒരു പരുവത്തിയാകുന്നതുവരെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ തീ അല്പം ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് വെച്ചതിന് ശേഷം വഴറ്റി വെച്ച ഈ പേരയ്ക്കയിൽ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തേ. എന്റെ സ്പൂൺ ഇത്തിരി വലുതാണ്, അതുകൊണ്ട് അത് നിറച്ചിട്ട് കൊടുത്തേ. നിങ്ങൾ അത് കണക്കാക്കി എരിവ് എങ്ങനെ വേണം അതുപോലെ ഇട്ട് കൊടുക്കണേ. അടുത്ത് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. വീഡിയോ കാണുന്ന പോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി. അടുത്ത് വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. വീഡിയോ കാണും പോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം 1/2 സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം ഇട്ടല്ലോ, ഇതിന്റെ പച്ച മണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. എന്നാലേ ഈ പേരയ്ക്ക് നമ്മളിട്ട പൊടിയെല്ലാം പറ്റി പിടിക്കുകയുള്ളൂ. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വെന്ത നാരങ്ങന് ശകലം വെള്ളവും ഉണ്ടായിരുന്നു, അതോടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിൽ പിടിക്കണം. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനിയാണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. നേരത്തെ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തു. പൊടി ഉപ്പ് തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കല്ലുപ്പായാലും ഇട്ട് കൊടുക്കും. എന്തായാലും ഉപ്പിടാൻ മറക്കല്ലേ, അതേ എനിക്ക് പറയാനുള്ളൂ. അവസാനമായി ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ശർക്കര കണ്ടില്ലേ, കുറച്ചിട്ടാൽ മതി. അതൊരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയാണ്. ഈ ശർക്കര നല്ലതുപോലെ അച്ചറക്കണം, അലിയണം. അലിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ നാരങ്ങയ്ക്ക് ചെറിയൊരു കയ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത്. ഈ ശർക്കരയൊക്കെ ഇടുമ്പോൾ അതൊരു പ്രത്യേക രുചിയാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തായാലും ശർക്കര നല്ലവണ്ണം അലിയട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശർക്കര ഇപ്പോൾ അലിഞ്ഞ് പകുതിയായിട്ടേ ഉള്ളൂ. പകുതിയല്ല, 3/4 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ശർക്കര മുഴുവനായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ അച്ചാർ പൂർണ്ണമായത്. അങ്ങനെ നാടൻ പേരയ്ക്കയും നാരങ്ങയും കൊണ്ട് ചേർത്ത് വെച്ച അച്ചാർ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വെറൈറ്റി അച്ചാറാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.